നവരാത്രി 7-ാം ദിവസം ദേവി കാളരാത്രി. അപ്പോൾ രക്തബീജന്മാരെ വധിക്കാനായിട്ട് ദേവി മഹാകാളിയായിട്ട് സ്വരൂപം എടുക്കുകയാണ്. ഈ രക്തബീജന്മാർക്കൊരു വരണ്ട്. ഇവരുടെ രക്തം എപ്പോൾ ഭൂമിയിൽ പതിഞ്ഞാൽ അവർ 1000 മടങ്ങായിട്ട് വീണ്ടും പുനർജനിക്കുന്നു പറയണേ. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ഭഗവതി അവരെ തല അറുത്തിട്ട് ആ രക്തം ഭഗവതി തന്നെ കുടിക്കുക ചെയ്ത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയാനകമായിട്ട് തോന്നാം അല്ലേ? ഭഗവതി നമ്മൾ എന്ത് പഠിപ്പിക്കുന്നതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴുത്തിന് മുകളിലാണ് ഞാനെന്ന ബോധവും ഞാനെന്ന അഹങ്കാരവും അല്ലേ? ഇത് മാറിക്കഴിഞ്ഞാൽ ഞാനെന്ന ബോധമില്ല, ഞാനെന്ന അഹങ്കാരമില്ല. ആ ഞാനെന്ന അഹങ്കാരത്തെയാണ് ദേവി അറുക്കുന്നത്. ആ ദേവി തന്നെ കുടിക്കുക, ദേവിയിലേക്ക് ലയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിലേക്ക് അടുക്കൂ എന്നാ ഭഗവതി പറയണേ. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിലേക്ക് വീണ്ടും രക്തം വന്ന് പതിയുമ്പോൾ, ഞാനെന്ന അഹങ്കാരം വീണ്ടും വന്ന് പതിയുമ്പോൾ ഞാൻ എനിക്ക് എൻ്റേതെന്ന് വീണ്ടും ബോധം വരിക്കും അല്ലേ? നമ്മളപ്പോൾ സംസാര സാഗരത്തിൽ പെട്ട് ആകെപ്പെട്ടു പോകും. ഭഗവതി എന്താ പഠിപ്പിക്കണേ? ഭഗവതിയിലേക്ക് ലയിപ്പിക്കൂ, എന്നിലേക്ക് അടുക്കൂ എന്നാ ഭഗവതി പറയണേ. മഹാകാളി, കാളി എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പാട് കാണേണ്ട ആവശ്യമില്ല. ഭദ്രകാളി ഭദ്രമാണ്. നമ്മുടെ ഉള്ളിലെ ഭയത്തെ മാറ്റുന്നവളാണ് ഭഗവതി. അതാണ് ഭദ്രകാളി. അമ്മേ നാരായണ.